അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് ഇത്. ഈ മസ്അല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മസ്അലയോടൊപ്പം ചേർത്തിട്ടുള്ള ഇബാറത്തും ആ മലയാള പോസ്റ്റും അത് വായിക്കുകയും ചെയ്യണം. ദീനിയായ ഇൽമ് പഠിക്കാനും അത് അമൽ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പൂർവികരായ മഹത്തുക്കൾ വളരെ പ്രാധാന്യം നൽകിയ ഒരു ദിവസമാണ് ബറാഅത്ത് രാവും അന്നത്തെ പകലും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായ ഒരു രാത്രി ഞാൻ നബിയെ കാണാതെയായി. അവിടുത്തെ ജന്നത്തുൽ ബഖയിൽ ഞാൻ കണ്ടെത്തി. അവിടുന്ന് കൈ ഉയർത്തി ദുആയിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന് ബറാഅത്ത് രാത്രിയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തുകൾ ഈ രാത്രി ഇറങ്ങും. കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ അധികം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി പുറത്തു കൊടുക്കും. ഈ ഹദീസ് എടുത്ത് പറഞ്ഞ ശേഷം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഈ രാത്രിക്ക് വളരെയധികം മഹത്വമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ പാപമോചനം ഈ രാത്രി ലഭിക്കും. ദുആക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഈ രാത്രിയുടെ ദുആക്ക് ഉത്തരം ലഭിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് സഹോദരന്മാരായ ആളുകളെല്ലാം, നമ്മുടെ കേരളത്തിൽ ഈ വർഷത്തെ ബറാഅത്ത് വരുന്നത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാത്രി ഈ മഹത്വം കണക്കിലെടുത്ത് പൂർണ്ണമായി ഉറക്കൊഴിഞ്ഞ് ഇബാദത്തുകൾ ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്കും വേണ്ടി ദുആരക്കും. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, രാത്രി പൂർണ്ണമായും ഉറക്കമൊഴിച്ച് ഇബാദത്ത് എടുക്കൽ പ്രത്യേകം സുന്നത്തായ രാത്രികൾ 15 ഉണ്ട്. ഏതൊക്കെയാണ് 15? ലൈലത്തുൽ ഖദ്ർ, കൂടുതൽ പ്രതീക്ഷിക്കേണ്ട റമദാൻ അവസാനത്തെ 10 ഒറ്റയായ രാത്രികൾ, 21, 23, 25, 27, 29 രാത്രികൾ. അതുപോലെ ബദർ യുദ്ധം നടന്ന റമദാൻ 17 രാത്രി, മുഹറം 1 രാത്രി, മുഹറം 10 രാത്രി, റജബ് 1 രാത്രി, റജബ് 15 രാത്രി, റജബ് 27 രാത്രി അഥവാ മേറാജ് രാത്രി. അതുപോലെ ഷഅബാൻ 15 രാത്രി അഥവാ ബറാഅത്ത് രാവ്, അറഫ രാത്രി, 2 പെരുന്നാൾ രാത്രികൾ. ഈ ദിവസങ്ങളൊക്കെ രാത്രി പൂർണ്ണമായും ഹയാത്താക്കിയിട്ട് ഇബാദത്തെടുക്കൽ മഹത്തായ സുന്നത്തുള്ളതാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ഇഹ്യയിൽ പറഞ്ഞിട്ടുണ്ട്. 1-ാം ജുസ് പേജ് 428 ഇത് കാണാം. അതുപോലെ ദുൽഹിജ്ജ 8 രാത്രി ലൈലത്തു തർവിയ, അതുപോലെ അറഫ രാത്രി, 2 പെരുന്നാൾ രാത്രികൾ, ഷഅബാൻ 15 രാത്രി അഥവാ ബറാഅത്ത് രാവ്. ഈ രാത്രികളെ ഹയാത്താക്കിയാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനാൽ ബറാഅത്ത് രാത്രി പൂർണ്ണമായും ഉറക്കഴിച്ച് ഇബാദത്തെടുക്കേണ്ടുന്ന രാത്രിയാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. വരുന്ന വ്യാഴാഴ്ച മഗ്രിബ് മുതൽ സുബ്ഹി വരെ ഉറക്കമൊഴിച്ച് ഇബാദത്തെടുക്കണം. അല്ലാഹു തആല നമ്മെല്ലാം ലൈലത്തുൽ ബറാഅത്തിന്റെ കൂലി കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാം പെടുത്തി തരട്ടെ. ആമീൻ. സൂറത്തു ദുഖാനിലെ ഫി ലൈലത്തിൻ മുബാറക എന്നതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് ബറാഅത്ത് രാത്രിയാണെന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബറാഅത്ത് രാത്രിക്ക് 4 പേരുകളുണ്ട്. ലൈലത്തുൽ മുബാറക, ലൈലത്തുർ റഹ്മ, ലൈലത്തുൽ ബറാഅത്ത്, ലൈലത്തുൽ സക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ റഹ്മത്തും ബറക്കത്തും ഈ രാത്രിയാണ്. അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ബറക്കത്തിന്റെയും റഹ്മത്തിന്റെയും രാത്രി എന്ന് പറയുന്നത്. ഈ രാത്രി നരകത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളെ അല്ലാഹു തആല മോചിപ്പിക്കും. അതുകൊണ്ടാണ് ബറാഅത്തിന്റെ രാത്രി എന്ന് പറയുന്നത്. ഈ രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തെടുക്കുന്നവർക്ക് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെന്ന് അല്ലാഹു തആല ഉറപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് ലൈലത്തു സക്ക് എന്ന് ഈ രാത്രിക്ക് പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു
ആ നിലക്ക് രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്ത് രാവിലെയായപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെ അല്ലാഹുതആല നരകത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്ത് കിട്ടിയതായി ചരിത്രത്തിൽ കാണുന്നുണ്ട്. റൂഹുൽ ബയാൻ 8-ാം ജുസിൽ 310 ഈ വിഷയം പറയുന്നുണ്ട്. അത്ര മഹത്തായ രാത്രിയാണ്. അതുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ച് എല്ലാവരും ഇബാദത്ത് എടുക്കണം. അതിന് അല്ലാഹുതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ബറാഅത്ത് രാത്രിയെ സംബന്ധിച്ച് ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബറാഅത്ത് രാത്രി നിങ്ങൾ കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുകയും അതിന്റെ പകല് നോമ്പ് നോക്കുകയും ചെയ്യണം. അന്ന് രാത്രി നേരം പുലരുവോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കലിനെ തേടുന്ന ആളുകൾക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും ഭക്ഷണം ചോദിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് ബലഹീനമാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സുന്നത്തായ ഇത്തരം അമലുകൾ ചെയ്യാൻ വേണ്ടി ഇത്തരം ബലഹീനമായ ഹദീസ് മതിയെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ രാത്രി കൂടുതൽ ഇബാദത്ത് ചെയ്യാം, കുറേ സുന്നത്ത് നിസ്കരിക്കുക, പകലിൽ നോമ്പ് നോക്കുക, ദോഷങ്ങൾ പുറത്തു കിട്ടാനും ആവശ്യങ്ങളെല്ലാം അല്ലാഹു തആലയോട് ചോദിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരട്ടെ. ആമീൻ. സുന്നത്തായ അമലുകള്, ആഖിറത്തിനെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന കാര്യങ്ങള്, ആഖിറത്തെ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ടാക്കുന്ന സംഗതികള്, ഇവയൊക്കെ സ്ഥിരപ്പെടാൻ വേണ്ടി ലൈഫായ ഹദീസ് മതി എന്ന് ഉലമാക്കൾ ഇത്തിഫാക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബറാഅത്ത് രാവിലെ അമല് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സഹീഹായ ഹദീസില്ല, ലൈഫായ ഹദീസുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമലുകൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണ്ട. ഇത്തരം സുന്നത്തായ അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫായ ഹദീസ് മതി. അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞതാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്ത് രാവിലെ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ മഗ്ഫിറത്ത് കൊടുക്കും. എന്നാൽ ആ മഗ്ഫിറത്ത് കൊടുക്കാതെ ചിലരെ അല്ലാഹു തആല മാറ്റി നിർത്തും. ജ്യോത്സ്യന്മാര്, സിഹ്ർ ചെയ്യുന്നവര്, പരസ്പരം ദീനീ കാര്യങ്ങളില്ലാതെ പിണങ്ങി നിൽക്കുന്നവര്, മുബത്തദീങ്ങള്, മുസ്ലിം സഹോദരനോട് പകവെച്ച് നിൽക്കുന്നവര്, സ്ഥിരമായി കള്ളുകുടിക്കുന്നവര്, മാതാപിതാക്കളെ അനുസരിക്കാത്തവര്, വ്യഭിചാരം പതിവാക്കിയവര്, ആത്മഹത്യ ചെയ്തവര് തുടങ്ങിയ വൻ പാപികൾക്ക് അവരെ തൗബ ചെയ്യുന്നത് വരെ അല്ലാഹു തആല പ്രത്യേകമായി ഈ മഗ്ഫിറത്ത് കിട്ടൂല. അല്ലാത്തവർക്കെല്ലാം അല്ലാഹു തആലയുടെ മഗ്ഫിറത്ത് കിട്ടും. അതുകൊണ്ട് അല്ലാഹു തആലയോട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക ബറാഅത്ത് രാവിലെ. അല്ലാഹു തആല നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം പിണങ്ങി നിൽക്കരുത്. അത് വലിയ കുറ്റമാണ്. ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനുമായി 3 ദിവസത്തേക്കാൾ കൂടുതൽ മിണ്ടാതെ പിണങ്ങി നിൽക്കരുത്. 3 ദിവസമായി പോയാൽ ഉടനെ അവനെ കണ്ടെത്തി അവനോട് സലാം ചൊല്ലി പിണക്കം തീർക്കണം. അവൻ സലാം മടക്കിയാൽ രണ്ടാൾക്കും പ്രതിഫലം കിട്ടും. ഇനി അവനോട് നീ സലാം ചൊല്ലിയിട്ട് അവന് സലാം മടക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് കൂലി കിട്ടും, അവനിക്ക് അതിന്റെ കുറ്റം കിട്ടും. അതുകൊണ്ട് നീ ചെന്നിട്ട് അവനോട്, നീ മിണ്ടാത്തവനോട് സലാം ചൊല്ലിയിട്ട് പിണക്കം തീർക്കുക. പ്രത്യേകിച്ച് ബറാഅത്ത് രാവാണല്ലോ രാത്രി. ഇനി ദീനിന്റെ കാര്യത്തിലാണ് പിണങ്ങി നിൽക്കുന്നതെങ്കിൽ അത് ആ പ്രശ്നം തീർന്നിട്ട് മതി, അവിടെ പ്രശ്നമില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ രാത്രിക്ക് മുമ്പായിട്ട് അത് തീർക്കണം. നാളെ രാത്രിയല്ലേ ബറാഅത്ത് രാവ്, അല്ലെങ്കിൽ നാളെ രാത്രിയത്തെ മഗ്ഫിറത്തും മറ്റൊന്നും കിട്ടൂല. നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല എളുപ്പത്തിൽ തീർത്തു തരട്ടെ. ആമീൻ. ബറാഅത്ത് രാത്രിയിലെ ദിക്ർ ദുആകൾ ശ്രദ്ധിക്കണം. ബറാഅത്ത് രാവിലെ മഗ്രിബിന് ശേഷം പൂർവികരായ സാലിഹീങ്ങൾ, മഹത്വക്കൾ നമുക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്റുകളുണ്ട്. അത് ഉലമാക്കൾ ഇപ്രകാരം പറയുന്നു. ഈ ദിക്റുകൾ രാത്രിയാണ് ചെല്ലേണ്ടത്. മഗ്രിബിന് ശേഷമല്ലേ രാത്രി തുടങ്ങും. ചില സ്ഥലങ്ങളിൽ ഈ ദിക്റുകൾ മഗ്രിബിന് മുമ്പ് നാളെ വൈകുന്നേരം തന്നെ ചെല്ലുന്നുണ്ട്. വൈകുന്നേരം ചെല്ലിയാൽ അതിന് കൂലി കിട്ടും, പ്രശ്നമൊന്നുമില്ല.
പക്ഷെ ബറാത്ത് രാവിലെ ചെല്ലിയ കൂലി കിട്ടണമെങ്കിൽ ബറാത്ത് രാവ് മഗ്രിബ് മുതലാ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ചെല്ലണം. വൈകുന്നേരം ചെല്ലിയാൽ ബറാത്ത് രാവിലെ ചെല്ലിയതിന്റെ കൂലി കിട്ടൂല. പിന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെല്ലിപ്പോകുന്നുണ്ട്, അത് എന്താണെന്ന് അറിയില്ല. ഏതായാലും ഉലമാക്കൾ പറഞ്ഞത് ലൈലത്തുൽ ബറാത്തിൽ ചെല്ലണമെന്നാണ്. ലൈലത്തുൽ ബറാത്ത് എന്ന് പറയണമെങ്കിൽ അത് മഗ്രിബിന് ശേഷം തന്നെ ആവണം. മഗ്രിബിന് മുമ്പ് ലൈലത്താവൂല, പകലാണ്. രാത്രി ആകണമെങ്കിൽ മഗ്രിബ് തുടങ്ങണം. അപ്പൊ മഗ്രിബിന് ശേഷം തന്നെ ഈ ദിക്റുകളും ദുആകളും ഒക്കെ ചെല്ലണം. രാവിലെ വരെ ചെല്ലല്ലോ, സമയമുണ്ടല്ലോ. കാരണം മഗ്രിബിന് ശേഷം ചെല്ലുന്നെങ്കിൽ ചെല്ലിക്കോ, അതിന് കൂലി കിട്ടും. പക്ഷെ ബറാത്ത് രാവിലെ ചെല്ലിയ ആ കൂലി കിട്ടൂല. അത് കിട്ടണമെങ്കിൽ നാളെ രാത്രി തന്നെ ലൈലത്തുൽ ബറാത്തിൽ തന്നെ മഗ്രിബിന് ശേഷം ചെല്ലണം. ഏതാ ദിക്റ്? ആ ദിക്റുകളിൽ തന്നെ ദിക്റുകൾ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ താഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്. അങ്ങനെ 70 പ്രാവശ്യം ചെല്ലണം. അടയും ചില പോസ്റ്റുകളിലൊക്കെ ഇപ്പം കാണുന്നുണ്ട് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു ഇനാഅത്തിൻ എന്നുള്ളത്. ദു ഇനാഅത്തിൻ എന്നുള്ളത് തെറ്റാണ്. ദു അനാത്തിൻ എന്നാണ് അത് ദിക്റ്. ഹലീമിന്റെ മയനയാണ് ദു അനാത്തിൻ എന്നുള്ളത്. സഹിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവേ നീ ഹലീമാണ്, എല്ലാം സഹിക്കുന്നവനാണ്. നമുക്ക് യാതൊരു താക്കത്തും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നിന്റെ സഹനം മുൻനിർത്തിയിട്ട് നീ ഞങ്ങൾക്ക് അഫ്വ് ചെയ്തു താ എന്ന് 70 പ്രാവശ്യം ചൊല്ലും. അത് കഴിഞ്ഞതിന് ശേഷം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അതൊരു 100 പ്രാവശ്യം ചൊല്ല്. ഹയ്യും ഖയ്യൂമുമായ റബ്ബേ നിന്റെ റഹ്മത്ത് മുൻനിർത്തിയിട്ട് ഞങ്ങളെ സഹായം തരുന്നു. അതൊരു 100 പ്രാവശ്യം ചൊല്ല്. അതിനുശേഷം സൂറത്തു ദുഹാൻ ഓത്. സൂറത്തു ദുഹാനിൽ ലൈലത്തുൽ ബറാത്തിനെ പരാമർശിക്കുന്നുണ്ടല്ലോ, ഫി ലൈലത്തി മുബാറക്കത്തിന് എന്നതുകൊണ്ട്. അതുകൊണ്ട് മഹത്തുക്കളായ ഉലമാക്കള് ബറാത്തിന്റെ രാവിലെ സൂറത്തു ദുഹാൻ ഓതുണ്ടാവും ചൊല്ലി. അതിനുശേഷം 3 യാസീനും ഓത്. ഇതൊക്കെ നല്ല കൂലി കിട്ടുന്ന അമലുകളാണ്. ഇതാണ് പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നത്. അതിനുശേഷം രാവിലെ വരെ ഉറക്കൊഴിഞ്ഞിട്ട് സാധിക്കുന്നത്ര സുന്നത്തുസ്കാരം, ദിക്റുകൾ, ദുആകൾ, ഇസ്തിഗ്ഫാർ, തൗബ അതൊക്കെ ആയിട്ട് സ്വബി വരെ കഴിച്ചുകൂട്ട്. അല്ലാഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ പൂർവികരായ ആളുകള് ബറാത്ത് രാവിലെ ധാരാളം ദുആകൾ ചെയ്തിട്ടുണ്ട്. ആ ദുആകളൊക്കെ മഹത്തുക്കളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. ആ ദുആന്റെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു ദുആ ആണ് സാധാരണ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഹബ് ലനാ ഖൽബൻ തഖിയ്യൻ നഖിയ്യൻ മിനശ്ശിർകി ബരിയ്യൻ ലാ കാഫിറൻ വലാ ശഖിയ്യ. اللهم أحينا حياة السعداء وأمتنا موت الشهداء واحشرنا في زمرة الأنبياء والأصفياء. اللهم إن كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر وإن كنت كتبت اسمي في ديوان الأشقياء فامحو عني اسم الشقاوة وأثبتني في ديوان السعداء فإنك قلت وقولك الحق يمحو الله ما يشاء ويثبت وعنده أم الكتاب. يا ذا الجلال والإكرام ظهر اللاجئين وجار المستجيرين وأمان الخائفين برحمتك يا أرحم الراحمين. إلهي جودك دلني عليك وإحسانك قربني إليك. أشكو إليك ما لا يخفى عليك وأسألك ما لا يسر عليك. إذ علمك بحالي يكفي عن سؤالي. يا مفرج كرب المكروبين فرج عني ما أنا فيه. لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. اللهم يا ذا المن ولا يمن عليه يا ذا الجلال والإكرام يا ذا الطول والإنعام. لا إله إلا أنت ظهر اللاجئين وجار المستجيرين وأمان الخائفين وكنز الطالبين. اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو مطرودا أو مقترا علي في الرزق فامحو اللهم عني بفضلك شقاوتي وهرماني وطردي وقطار رزقي وأثبتني عندك في أم الكتاب سعيدا مرزوقا موفقا للخيرات
فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمحو الله ما يشاء ويثبت وعنده الكتاب. أسألك اللهم بحق التجلي الأعظم في ليلة النصف من شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف عني من البلاء ما أعلم وما لا أعلم واغفر لي ما أنت به أعلم إنك أنت العز الأكرم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇത് 3 യാസീൻ ഓതിയിട്ട് ഓരോ യാസീൻ്റെയും ഇടയിൽ ഈ ദുആയി ചൊല്ലി. വേറെയും കഴിയുന്നത്രയൊക്കെ ദ്വാരക്ക് ഇതൊക്കെ കഴിഞ്ഞുപോയ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആ ആണ്. പല ദുആവും ചൊല്ലുക, ആ കൂട്ടത്തിൽ ഈ ദുആവും. പിന്നെ ദിക്ർ ചൊല്ലി, അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ താഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് 70 പ്രാവശ്യം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 പ്രാവശ്യം. പിന്നെ സൂറത്തു ദുഖാൻ 3 യാസീനും ഓതുന്ന സമയത്ത് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ ജീവിതത്തിൽ അതുപോലെ രിസ്ക്കിൽ അതുപോലെ നല്ല നിലക്ക് മരിക്കാൻ 3 ഓരോ യാസീനും ഓതുമ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും പ്രത്യേകം ഓർമ്മിച്ചിട്ട് ദ്വാരക്ക്. അങ്ങനെയൊക്കെ ദ്വായിൽ എന്നെയും ഉൾപ്പെടുത്തി. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ലൈലത്തുൽ ബറാഅത്തിൽ അല്ലാഹു തആല നമുക്ക് തീർത്തു തരട്ടെ. ആമീൻ. ഈ ദിക്റുകൾക്കും ദുആകൾക്കും ഒക്കെ പുറമെ ബറാഅത്തിന്റെ രാത്രി ധാരാളം സുന്നത്ത് നിസ്കരിക്കുക. മഹത്തുക്കളായ ഉലമാക്കൾ പല നിരക്കുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഈ രാത്രി ധാരാളം സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരം എത്ര കണ്ട് അധികരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ അതൊക്കെ ചെയ്യും. എന്നാൽ ചില ഫിഖഹിന്റെ കിതാബുകളിൽ ഫതുഹുൽ മൊയ്ൻ തുടങ്ങിയ ചില ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ ബറാത്ത് രാത്രിയത്തെ നിസ്കാരം ഇത് ബിദഅത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ബറാത്ത് രാത്രിയത്തെ നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരം ഇല്ല. ബറാത്ത് രാത്രി ഇത്ര നിസ്കാരം അത് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. മറിച്ച് ബറാത്ത് രാത്രി സുന്നത്ത് നിസ്കരിക്കണം. അത് ബറാത്ത് രാത്രിന്റെ സുന്നത്ത് നിസ്കാരമൊന്നല്ല അതിന്റെ പേര്. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യുന്ന മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങൾ അതിങ്ങനെ കഴിയുന്നത്ര നിസ്കരിക്കുക രാത്രി, എന്നിട്ട് ദ്വാരക്കുകയും ചെയ്യാം. ആ സുന്നത്ത് നിസ്കാരത്തെ ഉലമാക്കൾ എതിർത്തിട്ടില്ല. പക്ഷെ ഫുഖഹാക്കളും ഉലമാക്കളും എതിർത്ത് പറഞ്ഞത് ആ നിയ്യത്ത് ബറാത്ത് രാത്രിയത്തെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞുള്ള നിസ്കാരത്തെയാണ്. ഒരു പ്രത്യേകം രൂപത്തിലും കോലത്തിലുമുള്ള അതൊന്നും ഇല്ലാണ്ട് കഴിയുന്നത്ര രാത്രി സുന്നത്ത് നിസ്കരിക്കുക. അതൊക്കെ ഹദീസുകളിലുണ്ട്. ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞിട്ട് തള്ളണ്ട. ഈ സുന്നത്ത് നിസ്കാരങ്ങൾക്കൊക്കെ ലൈഫായ ഹദീസ് മതി. അതുകൊണ്ട് കഴിയുന്നത്ര രാത്രി സുന്നത്ത് നിസ്കരിക്കണം. ബറാത്ത് രാവ് ചെയ്യേണ്ടുന്ന പല അമലുകളും കഴിഞ്ഞുപോയ മഹാന്മാരായ സൂഫിയാക്കളും ആരിഫീങ്ങളും ഉലമാക്കളും ഫുഖഹാക്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് 3 യാസീൻ ഓതുക എന്നുള്ളത്. ധാരാളം കിതാബുകളിൽ ആ വിഷയം പറയുന്നുണ്ട്. അത് ഓതേണ്ടെന്ന രൂപം ഇഹ്യാന്റെ ഹാഷിയ ഇത്ഹാഫിൽ പറയുന്നു. 3 യാസീൻ ഓതേണ്ടെന്ന രൂപം. മഗ്രിബ് നിസ്കാര ശേഷം 6 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഈ 2 റക്അത്തുകൾ വീതം. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 6 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. ഓരോ 2 റക്അത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു യാസീൻ ഓതി ബറാത്ത് രാവിലെ പ്രത്യേകമായ ദുആ ചെയ്യാം. ഒന്നാമത്തെ യാസീന് ശേഷം ആയുസ്സിൽ ബർക്കത്തിന് വേണ്ടിയും, രണ്ടാമത്തെ യാസീന് ശേഷം ഭക്ഷണത്തിൽ ബർക്കത്തിന് വേണ്ടിയും, മൂന്നാമത്തെ യാസീന് ശേഷം പരിപൂർണമായ ഈമാനോടെ മരിക്കാൻ വേണ്ടിയും ദ്വാരക്കുക. അതാണ് ലൈലത്തുൽ ബറാത്തിലെ പ്രത്യേകമായ ദുആയിൽ പറയുന്നത്. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും ജനങ്ങളെ ആശ്രയിക്കാതെ ഇസ്സത്തോടെയുള്ള ജീവിതത്തിന് വേണ്ടിയും ദ്വാരക്കണം. പൂർവികരായ പല മഹത്തുക്കളും ഈ അമലി അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പോസ്റ്റാണ് ഇതിന്റെ മുകളിലിട്ടത്. എല്ലാവരും ആ നിലക്ക് യാസീൻ ഓതുകയും
ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി മലായിക്കത്തുകളെ ഏൽപ്പിക്കുന്ന ദിവസമാണ് ബറാത്ത് രാവ്. ഒരു കൊല്ലത്തിൽ ആരൊക്കെ ജനിക്കും, ആരൊക്കെ മരിക്കും, ഓരോരുത്തർക്ക് അല്ലാഹു തആല എത്ര ഭക്ഷണം നിശ്ചയിച്ചിട്ടുണ്ട്, എന്തെല്ലാം രോഗങ്ങൾ, ആപത്ത്, മുസീബത്തുകൾ, ഇതൊക്കെ അല്ലാഹു തആല കണക്കാക്കുന്നത് ബറാത്തിന്റെ രാത്രിയാണ്. അങ്ങനെ അതിനൊക്കെ കണക്കാക്കിയിട്ട് അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കും റമദാനിലെ ലൈലത്തുൽ ഖദറിൽ. എന്നിട്ട് മലായിക്കത്തുകളെ ഓരോ വിഷയങ്ങളുമായും അല്ലാഹു തആല ഏൽപ്പിച്ച മലായിക്കത്തുകളെ ഏൽപ്പിക്കും. എന്നാൽ ഇവിടെ നമുക്കൊക്കെ അറിയാം, എല്ലാ സംഗതികളും ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ ബറാത്ത് രാവിലെ എന്താ ചെയ്യുന്നത്? ബറാത്ത് രാവിലെ അതിൽ വേണ്ട ഭേദഗതികൾ അല്ലാഹു തആല വരുത്തും. കുറേ മുസീബത്തുകൾ അല്ലാഹു തആല ഒരാൾക്ക് കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ അയാൾ ദ്വാരന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി എന്ന് അല്ലാഹു തആല അതിനെ മാറ്റിയിട്ട് വേറെ രൂപത്തിൽ അല്ലാഹു തആല കണക്കാക്കും. അങ്ങനെ വേണ്ടുന്ന ഭേദഗതികൾ വരുത്തുകയാണ് ബറാത്തിന്റെ അന്ന്. ഒരു കൊല്ലത്തേക്കുള്ള എല്ലാം. എത്രത്തോളം ഫുഖഹാക്കൾ പറയുന്നു, ഒരാളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച് ഒരു പെണ്ണിനെ കണ്ടെത്തി അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബറാത്ത് രാവിലേക്ക് അല്ലാഹു തആല അവന്റെ ആയുസ്സും നിശ്ചയിച്ചിന്. എന്നാൽ എന്താവും, കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആലന്റെ ഖളാഹ് വന്നിട്ട് അടുത്ത ബറാത്തിന് മുമ്പായിട്ട് മരിക്കുന്നു, അവന്റെ ആ കല്യാണം മുടങ്ങുന്നു. അല്ലാഹു തആല എല്ലാം കണക്കാക്കുന്നത് ബറാത്തിന്റെ അന്നാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാം ഖൈറായ നിലയിലുള്ള ഒരു കണക്കാക്കലിന് വേണ്ടി അല്ലാഹു തആലയോട് ദ്വാരക്കുക. അങ്ങനെ അന്ന് കണക്കാക്കിയിട്ട് അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കുന്നത് റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ്. ശഅബാൻ 15 പകല് നോമ്പ് നോക്കല് സുന്നത്താണ് എന്നതിൽ ഫുഖഹാക്കളെല്ലാം ഏക അഭിപ്രായക്കാരാണ്. അവർക്കിടയിൽ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാ മാസവും 13, 14, 15 എന്നീ ദിവസങ്ങളിൽ അഥവാ അയ്യാമുൽ ബീദിൽ നോമ്പ് നോക്കല് സുന്നത്താണ് എന്നതിൽ ഉലമാക്കൾക്കിടയിൽ, ഫുഖഹാക്കൾക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ ബറാഅത്ത് എന്ന പേരിൽ നോമ്പ് സുന്നത്തുണ്ടോ? അതിൽ ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെപ്പോലുള്ളവര് ബറാഅത്ത് എന്ന നിലക്ക് തന്നെ നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത് ബറാഅത്ത് എന്ന പേരിൽ നോമ്പ് സുന്നത്തില്ല, മറിച്ച് ശഅബാൻ 15 അയ്യാമുൽ ബീദ് എന്ന നിലക്കേ സുന്നത്തുള്ളൂ എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും അദ്ദേഹത്തെ പോലുള്ളവരും പറയുന്നുണ്ട്. അതേസമയം ഇമാം റംലി തങ്ങൾ പറയുന്നത് അയ്യാമുൽ ബീദ് എന്നതിന് പുറമെ ബറാഅത്ത് എന്ന പേര് തന്നെ നോമ്പ് സുന്നത്തുണ്ട് എന്നാണ് ഇമാം റംലി തങ്ങൾ പറയുന്നത്. ഇമാം റംലി തങ്ങളും ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും ഷാഫി മദ്ഹബിലെ ഫുഖഹായിൽ ഏക മർത്തബക്കാരാണ്. അവർക്കിടയിൽ ഏറ്റ വ്യത്യാസം കൽപ്പിക്കേണ്ടതില്ല. കേരളക്കാരായ ആളുകൾ നമ്മൾ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകും. കാരണം എന്താ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കേരളക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്, ഉസ്താദാണ് എന്നുള്ള നിലക്ക്. അതേസമയം മറ്റുള്ള പല ഉലമാക്കളും രാജ്യക്കാരും അവർ ഈ റംലി ഇമാമിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം തുല്യ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കൾ അവർക്ക് കൊടുക്കുന്നത്. ഏതായാലും ശഅബാൻ 15 അന്ന് നോമ്പ് സുന്നത്താണ്, അതിൽ ഒരു സംശയവും വേണ്ട. അയ്യാമുൽ ബീദ് എന്നുള്ള നിലക്കാണോ ബറാഅത്ത് എന്നുള്ള നിലക്കാണോ, അവിടെ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ബറാഅത്ത് രാവിലെ ചെയ്യേണ്ടുന്ന അമലുകളും ബറാഅത്ത് നോമ്പും ഒക്കെ പറഞ്ഞ ശേഷം ശാലിയാത്തി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കേരളത്തിൽ 4 മദ്ഹബിലും ഫത്വ കൊടുത്തിരുന്ന ഒരു വലിയ മഹാനാണ് ഇമാം ശാലിയാത്ത്. അദ്ദേഹം ഈ ബറാഅത്ത് രാവിലെ ചെയ്യേണ്ടുന്ന അമലുകളിൽ സുന്നത്ത് നോമ്പൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞത് നീ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞുപോയ സലഫു സാലിഹ്യങ്ങൾ, അല്ലാഹുവിന്റെ ഹിദായത്ത് കിട്ടിയ മഹാന്മാരും ആലിമീങ്ങളും, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്തവരാണ്.
അവരാണ് മുത്തക്കീങ്ങളും സാലിഹീങ്ങളും, ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരും കഠിനാധ്വാനം ചെയ്തവരും. അവരെക്കാൾ നല്ലവരൊന്നുമല്ല നമ്മൾ ഒരുതരം മടിയന്മാര്, അലസന്മാര്, അതൊക്കെയാണ്, മോശക്കാരൊക്കെയാണ്. മഹാന്മാരായ ആളുകളൊക്കെ ഇബാദത്തും ചെയ്തിട്ടുണ്ട്, ബറാത്തിന്റെ നോമ്പ് നോറ്റിട്ടുണ്ട്, യാസീൻ ഓതിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം മോശക്കാരായ ഈ ഹംകീങ്ങളുടെ, അലസന്മാരുടെ ഫിത്നയിലൊന്നും നീ പെട്ടുപോകണ്ട. അല്ലാഹു തആല അതിൽ നിന്നൊക്കെ നമുക്ക് ആക്കട്ടെ. അതുകൊണ്ട് നീ ബറാത്ത് രാവിനെ സംബന്ധിച്ച് നീ കുറ്റം പറയുകയും ചെയ്യണ്ട, മോശം പറയുകയും ചെയ്യണ്ട. എനിക്ക് കഴിയുന്ന അമലുകളൊക്കെ ചെയ്തോ. അതാണ് കഴിഞ്ഞു പോയ സലഫീങ്ങളും സാലിഹീങ്ങളും അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടിയവരും ചെയ്തു. അക്കൂട്ടത്തിൽ നീ പെടണം. എന്നല്ലാണ്ട് നീ മടിയും അലസതയും കൊണ്ട് ബറാത്തിന് നോമ്പ് സുന്നത്തില്ല, അന്ന് രാത്രി അമലൊന്നും ചെയ്യണ്ട, ഹദീസ് ലൈഫാണ് എന്നൊന്നും നീ പറയാൻ വേണ്ടി പോകണ്ട എന്ന് ശാലിയാത്ത് പറയുന്നു. അദ്ദേഹത്തിന്റെ ഫത്താവയുടെ ഒരു ഉദ്ധരണിയാണ് ഇതോടൊപ്പം ഞാൻ കൊടുത്ത പോസ്റ്റിലുള്ളത്. ഇന്നത്തെ പുത്തൻവാദികളായ മുജാഹിദീങ്ങളും സലഫീങ്ങളും ഒക്കെ ഇമാമായി കരുതുന്ന ഒരാളാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹം ബറാത്ത് രാത്രിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്ക്. അദ്ദേഹം പറഞ്ഞ ബറാത്ത് രാത്രിയുടെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. പൂർവികരായ മഹത്തുക്കൾ ബറാത്ത് രാത്രി ധാരാളം സുന്നത്ത് നിസ്കരിച്ചതായും കാണും. അതുകൊണ്ട് സ്വന്തമായി ആ രാത്രി നീ ധാരാളമായി സുന്നത്ത് നിസ്കരിക്കണം. കാരണം അത് പൂർവികരായ സലഫുസ്സാലിഹീങ്ങളുടെ ചര്യയാണ്. അവർക്ക് തെളിവുണ്ട്. അതുകൊണ്ട് അത് നിഷേധിക്കാൻ വേണ്ടി നീ പോകണ്ട. അദ്ദേഹത്തിന്റെ ഫത്താവ 2-ാം ജുസ് 132-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇബ്നു തൈമിയ്യ കൂടി ഇത് അംഗീകരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. പിന്നെ നമ്മളെന്തിനാ ബറാത്ത് രാവിനെ നിഷേധിക്കാൻ വേണ്ടി പോകുന്നത്? അതുകൊണ്ട് രാത്രി നല്ലോണം സുന്നത്ത് നിസ്കരിക്കുക, ധാരാളം ഇബാദത്ത് ചെയ്യുക, പിറ്റേന്ന് നോമ്പ് നോക്കുക. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.